Hello friends, welcome to Raj Electronics മറ്റൊരു വീഡിയോയിലേക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ ആണ്. അപ്പോൾ നമ്മൾ അത് നിർമ്മിക്കാനായിട്ട് എടുത്തിരിക്കുന്ന കേസാണിത്. കേസിന്റെ നമ്പർ ഇതാണ്, SC134 കേസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലേക്ക് ചെയ്യുന്ന സ്റ്റീരിയോ ബോർഡ് നമ്മൾ ബ്രെയിൻസ് ഓഡിയോസിന്റെ TDA7377 IC ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു ബോർഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു സെറ്റ് അസംബ്ലി ചെയ്യാൻ പോകുന്നത്. പിന്നെ നമുക്കതിന് വേണ്ട ഒരു USB ബോർഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിൽ ഫിറ്റ് ചെയ്യാൻ കുറച്ച് വയർ, തോനെ വയറൊന്നും വേണ്ട, ഇതൊന്ന് കട്ട് ചെയ്ത് ഞാൻ എടുക്കും. അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത് അസംബ്ലി ചെയ്യുന്നതിന് മുന്നേ നമുക്ക് വേറെ കുറച്ച് പണിയുണ്ട്. നമുക്ക് ആ വർക്കുള്ളത് ഈ ഒരു ബോർഡിലാണ്. അപ്പോൾ നമുക്ക് ഈ ബോർഡിലുള്ള വർക്ക് തുടങ്ങുന്നതിന് മുന്നേ വേറൊരു കാര്യം ചെയ്യാണ്ട്, നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ഐക്കൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഈ ബോർഡിൽ എന്താ മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് നോക്കാം. അത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ 3 കൺട്രോൾ നമ്മൾ ഇവിടുന്ന് ഡിസോൾഡിങ് ചെയ്യണം. 3 കൺട്രോൾ നമ്മൾ ഇവിടുന്ന് ഡിസോൾഡിങ് ചെയ്യണം. അതെന്താ വെച്ചാൽ നമുക്ക് ഇതിൽ കിട്ടുന്ന കേസ് ഈ ഒരു മോഡൽ ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ആ കൺട്രോൾ ഫിറ്റ് ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മൾ പകരം വയർ ചെയ്താണ് ചെയ്യേണ്ടത്. അപ്പം ഇതിന് കൂടെ കിട്ടുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. കേസിൻ്റെ കൂടെ നോബിൻ്റെ കൺട്രോളിൻ്റെ നോബ് ഫിറ്റ് ചെയ്യേണ്ട ഒരു പ്ലാസ്റ്റിക്കുള്ള പ്ലേറ്റ്, പിന്നെ സ്വിച്ച്, പിന്നെ കണക്ട് ചെയ്യാനുള്ള ഒരു പ്ലേറ്റ് വേറെയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്ലേറ്റാണ് ഈ ഒരു പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ഈ ഒരു 3 കൺട്രോളും ഡിസോൾഡിങ് ചെയ്തെടുക്കണം. നമ്മൾ ആദ്യം ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ ഹീറ്റ് സിങ്കും നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കുക, അഴിച്ചെടുക്കുക. ഈ സിങ്ക് അഴിച്ചെടുക്കുക, ഈ കൺട്രോൾ അഴിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം അത് ചെയ്യും. ഇപ്പോൾ ഹീറ്റ് സിങ്ക് ഊരി എടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി കൺട്രോൾ ഊരാൻ ശ്രമിച്ചിട്ട് ഡിസോൾഡിങ് ആകുന്നില്ല, കാരണം ഡബിൾ സൈഡ് PCB ആയതുകൊണ്ട് കുറച്ച് റിസ്ക് ആണ്. അപ്പോൾ ഇനി നമ്മളിത് വേറൊരു മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ എടുക്കാൻ പോവുകയാണ്. കിട്ടുമില്ല അറിയത്തില്ല, നോക്കാം. നമ്മൾ എന്താണ് ബൾബ് ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് ഡിസോൾഡിങ് ചെയ്യാൻ നോക്കുകയാണ്. നമുക്ക് ബ്ലോവർ ഉപയോഗിച്ച് ചെയ്യാം, അതുപോലെ തന്നെ ബൾബ് ഉപയോഗിച്ച് ചെയ്യാം. നമ്മൾ ഈ ബൾബ് ഉപയോഗിച്ച് നമ്മൾ ചെയ്ത് നോക്കുക. കിട്ടുമോ ഇല്ലെന്നാലും അറിയത്തില്ല, ഏതാ നമ്മൾ നോക്കാം, ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ 3 കൺട്രോൾ നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് തന്നെ നമ്മൾ ഊരുന്നത്. ഡബിൾ സൈഡ് PCB ആയതുകൊണ്ട് നമുക്ക് ഡിസോൾഡിങ് ചെയ്യാൻ ഭയങ്കര റിസ്ക്കാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഊരിയത്. ഓക്കെ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഡിസോൾഡിങ് ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള 3 കൺട്രോൾ നമ്മൾ ഇവിടുന്ന് ഡിസോൾഡിങ് ചെയ്തു. നമ്മൾ ബൾബ് ഉപയോഗിച്ചാണ് ഡിസോൾഡിങ് ചെയ്ത് പറഞ്ഞു. കംപ്ലൈൻറ്റുകളും മറ്റുള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, ഷാർപ്പായിട്ട് തന്നെ ഡിസോൾഡിങ് ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ശരിക്ക് ബ്ലോവർ ഉപയോഗിക്കാനായിട്ട് നല്ലത് ഈ ഒരു ബൾബ് ഉപയോഗിച്ച് ഡിസോൾഡിങ് ചെയ്യുകയാണ്. ചില സമയത്ത് നമ്മൾ ബ്ലോവർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസോൾഡിങ് സ്റ്റേഷൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ബോർഡെല്ലാം ബേണായി പോകാൻ സാധ്യതയുണ്ട്. ബൾബാകുമ്പോൾ അത്ര വലിയ സീനൊന്നും വരുന്നില്ല, നല്ല രീതിയിൽ തന്നെ ഡിസോൾഡിങ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ബോർഡ് എടുക്കുക, എന്നിട്ട് ഈ കണക്റ്റുകൾ ഊരുക. അതിനുശേഷം നമ്മൾ ഈ കേസ് ഇവിടെ മാറ്റി വയ്ക്കുക. ശേഷം നമ്മൾ ഈ ബോർഡ് ഇതിലേക്ക് വെക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ ഈ ബോർഡിൽ കുറേ ഹോള് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹോളിന് ഇത് പാകി ഇത് ഇവിടെ വെക്കുക. ഇത് വെച്ചു ബോർഡ് ഒരു ലെവലിൽ കറക്റ്റ് വെക്കുക. നമ്മൾ ബോർഡ് നമ്മൾ കറക്റ്റ് വെച്ചു. ഇനി നമ്മളിത് ഡ്രില്ലിങ് ചെയ്യാനുള്ള കുറച്ച് പോയിന്റ് ഹോളിടുക. അതായത് നമുക്ക് ഇവിടെ ഓൾറെഡി ഇപ്പോൾ ഒരു ഹോളുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഹോളിടുക, അതുപോലെ ഇവിടെയും ഹോളിടുക, ഇവിടെ ഹോളിടുക. 4 ഹോൾ നമ്മൾ എടുത്തിടണം. അപ്പോൾ അത് നമ്മൾ ആദ്യം ഇവിടെ മാർക്ക് ചെയ്യുക, ഹോൾ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമ്മളിത് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. മാർക്കിംഗ് കാണാം. നമുക്ക് ഇവിടെ ഡ്രില്ല് ചെയ്യുക, അതുപോലെ ഇതിനൊരു ഡ്രില്ല് ചെയ്യുക. ഈ ഒരു ഭാഗത്ത് ഡ്രില്ല് ചെയ്യുക. അങ്ങനെ 3 ഡ്രില്ലിങ് നമ്മൾ ചെയ്യുക. ഓൾറെഡി ഇവിടെ ഒരു ഡ്രില്ല് ഉണ്ടായത് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ബോർഡ് ഇവിടെ കറക്റ്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡ്രില്ല് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ഡ്രില്ല് ചെയ്യാതെ നമ്മളത് ഫിറ്റ് ചെയ്യാനുള്ള 4 ഹോളിന് 3 ഡ്രില്ല് നമ്മൾ ചെയ്തു. അതായത് ഓൾറെഡി ഇവിടെ ഒരു ഹോൾ ഉണ്ട്. അപ്പോൾ ഒരു ഹോൾ വെട്ട് നമ്മൾ ഒന്ന് ഇവിടെ ഇട്ടു. അതുപോലെ
ഒന്ന് ഇവിടെ ഇട്ടു. ഇവിടെ ഇവിടെ ഇട്ടു. അപ്പോൾ ഈ 4 ഹോൾ നമ്മളിവിടെ ഫിറ്റ് ചെയ്യാനുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് പാനൽ നമ്മളിവിടെ ഓരി എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം സ്വിച്ച് ഫിറ്റ് ചെയ്യാം. സ്വിച്ച് ഇവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ സ്വിച്ച് ഇതിൻ്റെ ഉള്ളിലുണ്ട്. സ്വിച്ചിൻ്റെ നോബ് ഇതിലുമുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ആ സ്വിച്ച് നോബ് എടുക്കാം. ഓക്കെ, ഇതാണ് സ്വിച്ച്. അതുപോലെ ഇത് സ്വിച്ചിൻ്റെ ഫ്രണ്ട് വരുന്ന നോബ്. അപ്പോൾ നമ്മൾ ഈ സ്വിച്ചിലേക്ക് നോബ് കണക്ട് ചെയ്യാം. നോബ് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ രീതിയിലാണ് കണക്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ കണക്ട് ചെയ്യണം. അതായത് നമ്മൾ സോൾഡിങ് പോയിൻ്റ് ഈ സൈഡിലായിട്ട് വരണം. ഇവിടെ ഈ ഒരു പോയിൻ്റ് ഇങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. നമ്മൾ കണക്ട് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്വിച്ച് ഇതിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ സോൾഡിങ് ചെയ്യാനുള്ള ഭാഗം പുറത്തേക്കായിട്ട് നിൽക്കണം. മീൻസ് ഇതുപോലെ നിൽക്കണം. ഇങ്ങനെയാണ് നിൽക്കേണ്ടത്. എന്നാൽ നമുക്ക് ഇവിടെ സോൾഡിങ് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മൾ തിരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ കഴിയത്തില്ല. ഇവിടെ തട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണിത് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു നോബ് നമ്മൾ ഏകദേശം ഈ ഒരു രീതിയിലാണ് വരുന്നത് അടിഭാഗത്തേക്ക്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഫിറ്റ് ചെയ്താലാണ് കറക്റ്റ് ആവുന്നുള്ളൂ. ഓക്കെ, നമ്മളിതോടെ ഫിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളിവിടെ സ്വിച്ച് ഫിറ്റ് ചെയ്തു. 2 സ്ക്രൂവും ചെയ്തു. നമ്മൾ ജസ്റ്റ് നോക്കാം. നമ്മൾ സ്വിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ സൈഡ് ടച്ച് ചെയ്യാത്ത രീതിയിൽ ഫിറ്റ് ചെയ്തുകൊണ്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ ബോർഡിലേക്കുള്ള വയർ സോൾഡിങ് ചെയ്യണം. ആദ്യം നമ്മൾ പവർ സപ്ലൈൻ്റെ ബോർഡ് വയറാണ് സോൾഡിങ് ചെയ്യണം. നമ്മൾ സോൾഡിങ് ചെയ്യാൻ നമുക്ക് ഇവിടുന്ന് കറക്റ്റ് ചെയ്തെടുക്കും ചെയ്യാം. പക്ഷേ ഞാനിവിടെ സോൾഡിങ് ചെയ്യുന്നതാണ്. നമ്മൾ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാൻ സോൾഡിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൊടുക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ വയർ സോൾഡിങ് ചെയ്യണം. ബ്ലാക്ക് വയറാണ് നമ്മൾ ബാക്ക് സോൾഡർ ചെയ്ത് ആദ്യം. ബ്ലാക്ക് വയർ നമ്മൾ കപ്പാസിറ്ററിൻ്റെ ബ്ലാക്ക് മാർക്കിങ് വരുന്ന ആ ഭാഗത്തേക്കാണ് നമ്മൾ ബ്ലാക്ക് വയർ സോൾഡിങ് ചെയ്യേണ്ടത്. ഈ ഒരു പോർഷനാണ് നെഗറ്റീവ് ഇൻപുട്ട് സപ്ലൈ വരുന്നത്. ഇനി നമ്മൾ പോസിറ്റീവ് സപ്ലൈ എടുക്കുന്നത് നമ്മൾ ഈ 2, അതായത് AC ഇൻപുട്ട് എന്ന ഈ ഭാഗം 2 ഭാഗം ജോയിൻറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ പോസിറ്റീവ് സപ്ലൈ നേരെ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യുന്നത്. അത് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇൻ കേസ് നമ്മൾ പൊളാരിറ്റി മാറി ഇതിലേക്ക് സപ്ലൈ കൊടുക്കുക, വണ്ടിയിൽ ഫിറ്റ് ചെയ്യുമ്പോൾ സപ്ലൈ ഇതിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ICയും USB ബോർഡും കംപ്ലൈൻറ്റ് ആകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളിങ്ങനെ ചെയ്താൽ ഈ ഒരു രീതിയിൽ കണക്ഷൻ കൊടുത്താൽ നെഗറ്റീവും പോസിറ്റീവും മാറി പൊളാരിറ്റി കൊടുത്താലും നമ്മുടെ IC കംപ്ലൈൻറ്റ് ആകത്തില്ല. അതുപോലെ USB ബോർഡും കംപ്ലൈൻറ്റ് ആകത്തില്ല. അതിനു വേണ്ടിയാണ് ഈ രീതിയിൽ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിവിടെ 2 സോൾഡിങ് ഷോർട്ടാക്കി എടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഒരു ജമ്മർ ഉപയോഗിച്ച് സോൾഡിങ് ചെയ്തു. ഈ ഒരു ഭാഗം 2 ഷോർട്ടാക്കി സോൾഡിങ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന്ന് ഒരു കണക്ഷന് ഒരു വയർ കണക്ഷൻ എടുത്തോട്ട് നമ്മൾ നേരത്തെ ഫിറ്റ് ചെയ്ത ഈ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഈ ഒരു ബോർഡ് ആദ്യം നമ്മൾ കേസിലേക്ക് ഫിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എല്ലാ വയറും കണക്ട് ചെയ്യാൻ സുഖമാണ്. നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യാം. നമ്മൾ ഇവിടെ എല്ലാം കൺട്രോൾ എല്ലാം നമുക്ക് സോൾഡിങ് ചെയ്യാം. ഡബിൾ സൈഡ് PCB ആയതുകൊണ്ട് തന്നെ നമ്മൾ മേൽഭാഗം സോൾഡിങ് ചെയ്താൽ മതി. അതുപോലെ USB-യിലേക്കുള്ള സപ്ലൈ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ബോർഡ് ഇവിടെ ഫിറ്റ് ചെയ്യാം. ബോർഡ് ഫിറ്റ് ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ 2 സ്ക്രൂ ഇട്ടു. നമ്മൾ ഇതിന്ന് അയച്ച സ്ക്രൂ അല്ല, വേറെ സ്ക്രൂ ആണ് ചെയ്തത്. കൂടാതെ നമ്മൾ ഇതുപോലത്തെ വാഷർ നമ്മൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വാഷർ ഇട്ട് ചെയ്യാം. നമ്മളിങ്ങനെ വാഷർ ഇട്ടണത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ബോർഡിൻ്റെ അടിവശം ബോഡിയായിട്ട് ടച്ച് ചെയ്തിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്ര സ്പേസ് ആയിട്ടുള്ള ഒരു വാഷർ അതിന് ഇടുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇട്ട് ചെയ്യുമ്പോൾ ബോർഡിൻ്റെ അടിവശം നമുക്ക് ബോർഡിൽ തട്ടത്തില്ല. അതായത് ആംപ്ലിഫയറിൻ്റെ കേസിൽ തട്ടത്തില്ല. അതിന് വേണ്ടിയാണ് വാഷർ നമ്മൾ ചെയ്യുന്നത്. തട്ടത്തില്ല, നമുക്ക് കുറച്ച് ഉയർന്ന് നിൽക്കും. അപ്പോൾ നമ്മൾ ബോർഡ് കേസിൽ തട്ടത്തില്ല. അതിന് വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇനി ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളിന്ന് ഊരിയ ഈർസിങ് നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടത്. ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഫിറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ബോർഡ് ഇവിടെ സെറ്റ് ചെയ്തു. നമ്മൾ ICയും എല്ലാം ഫിറ്റ് ചെയ്തു. അതുപോലെ നമ്മൾ ഈ 2 ഭാഗത്തും അതുപോലെ 3 സ്പേസ് സെറ്റ് ഉണ്ട്. ഇവിടെ 3 സ്പേസ് സെറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബോർഡ് ടച്ച് ചെയ്യാത്ത രീതിയിൽ നിൽക്കുകയുള്ളൂ. മറ്റേ സ്പേസ് സെറ്റ് ഇല്ലെങ്കിൽ ബോർഡ് നമ്മുടെ കേസിൽ ടച്ച് ആയിട്ട് ബോർഡ് കംപ്ലൈൻറ്റ് ആവും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സ്പേസ് സെറ്റ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് സ്പേസർ വേണമെങ്കിലും ഇടാം. അപ്പോൾ എൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്പേസർ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇതിട്ടത്. സ്പേസറും വാഷറൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ വയറുകളെല്ലാം സോൾഡിങ് ചെയ്തെടുക്കണം ഫ്രണ്ടിലേക്കുള്ള. ഓക്കെ, നമ്മൾ വോളിയം കൺട്രോളിലേക്കും അതുപോലെ ബാസും ട്രിപ്പിളിലേക്കും കണക്ട് ചെയ്യാനുള്ള വയറെല്ലാം നമ്മൾ സോൾഡിങ് ചെയ്തു.
ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നമ്മൾ നേരത്തെ കൺട്രോളിലേക്ക് സോൾഡിങ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയ കൺട്രോൾ പറഞ്ഞത് ഈ കൺട്രോളാണ്. പക്ഷേ ഈ കൺട്രോൾ നമുക്കതിന് ഫിറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ നോബ് പറഞ്ഞാൽ ഡി ടൈപ്പ് നോബാണ് കിട്ടിയത്. ഇതിന് ചെറിയ ഷാഫ്റ്റ് വരുന്ന ഡി ടൈപ്പ് വരുന്ന ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു നോബിന് വരുന്ന കൺട്രോളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ കൺട്രോൾ മാറ്റി വെച്ചിട്ട് നമുക്ക് സാധാരണ നോർമൽ കൺട്രോൾ ഡി ടൈപ്പ് ചെറുത് ഇത് ഉപയോഗിക്കാം. ഇത് 47K ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ശരിക്കും ഇതിന് മോണോ കൺട്രോൾ മതി. നമ്മുടെ സ്റ്റീരിയോ എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ 2 കണക്ഷൻ, ഒരു ഭാഗത്തുള്ള കണക്ഷൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, ഒരു ഭാഗത്തുള്ള 3 പിന്ന് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇനി അതിലേക്കുള്ള കണക്ഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ സോൾഡിങ് ഗൺ ഉപയോഗിച്ച് ഇതെല്ലാം സോൾഡിങ് ചെയ്തു. അപ്പോൾ സോൾഡിങ് ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ ഈ ഒരു കൺട്രോളിൻ്റെ ഈ ഒരു 3 ഭാഗം മാത്രമേ എടുത്തുള്ളൂ, മുകളിലെ 3 ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം ഇടത്തെ സൈഡ് വരുന്ന ഈ ഒരു കണക്ഷനിലാണ് നമ്മൾ നെഗറ്റീവ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ സെൻറ്ററിൽ വരുന്ന ഈ ലെഗിൽ നമ്മൾ സെൻറ്ററിൽ വരുന്ന വയറും കണക്ട് ചെയ്തു. വലത്തെ സൈഡ് വരുന്നതിൽ വലത്തെ സൈഡിലെ വയറും കണക്ട് ചെയ്തു. ഈ ഒരു 3 കൺട്രോളും ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. 3 വയറിന് 3 നീളമാണ്, എല്ലാവർക്കും കാണാം, 3 വലുപ്പമാണ്. അതൊന്നുമല്ല, നമ്മൾ ഈ വയർ ഇങ്ങോട്ട് മടക്കി വെച്ച് രണ്ടാമത് ക്ലിപ്പ് ചെയ്യുമ്പോൾ, എല്ലാവരും സൈഡ് വെച്ച് ക്ലിപ്പ് ചെയ്യുമ്പോൾ എല്ലാം ഒരേ അളവിൽ വരാൻ വേണ്ടിയാണ് ഇത്ര ലെങ്ത്തിൽ ചെയ്തത്. അപ്പം ചെയ്യുമ്പോൾ ഒരു പെർഫെക്ഷൻ ഉണ്ടാവും, അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളോട് ചെയ്യാം. അതായത് USB ബോർഡിലേക്കുള്ള കണക്ഷൻ, അതുപോലെ സ്വിച്ച് കണക്ഷൻ എല്ലാം ചെയ്യാം. സ്പീക്കറിലേക്കുള്ള ഔട്ട് എടുക്കാം, DC ഇൻപുട്ട് മറ്റത് എടുക്കാം. ഓക്കെ, നമ്മൾ ഇപ്പോൾ വോളിയം കൺട്രോളും ബാസ്റ്റബിൾ ബോർഡും നമ്മൾ ഇതിൻ്റെ കൂടെ കിട്ടിയ പ്ലേറ്റിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് നമ്മുടെ ഫ്രണ്ട് പാനലിലേക്ക് ഫിറ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, അത് നിങ്ങൾ മറന്നിരുന്നെങ്കിൽ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ ഇതിൻ്റെ സ്പീക്കർ ഔട്ട് വയർ എല്ലാം കണക്ട് ചെയ്തു. അതുപോലെ നമ്മൾ നേരത്തെ വോളിയം കൺട്രോളും ബാസ്റ്റബിൾ കൺട്രോളും എല്ലാം വയർ സോൾഡ് ചെയ്തു, അത് ഇവിടെ ഫിറ്റ് ചെയ്തു. അതുപോലെ സ്വിച്ചിലേക്കുള്ള കണക്ഷൻ നമ്മൾ കണക്ട് ചെയ്തു, സ്വിച്ച് കണക്ഷൻ ചെയ്തു. പോസിറ്റീവ് വയർ റെഡാണ്, ബ്ലാക്ക് നെഗറ്റീവ് ആണ് വരുന്നത്. ഇനി നമുക്ക് USB ബോർഡ് കൊടുക്കാനുണ്ട്, അതുപോലെ തന്നെ നോബും കൊടുക്കാനുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ചെയ്താൽ നമ്മളെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് എന്ന് പറയാം. അപ്പോൾ ഇനി നമ്മൾ USB ബോർഡും നോബും കണക്ട് ചെയ്യാം. USB ബോർഡ് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ബോർഡിൻ്റെ കൂടെ തന്നെ ഒരു വയർ കിട്ടുന്നുണ്ട്. ഈ ഒരു വയർ ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ അത് ഫിറ്റ് ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം അതൊന്ന് ഫിറ്റ് ചെയ്യാം. നമ്മൾ നോബ് കണക്ട് ചെയ്തു, 3 നോബ് കണക്ട് ചെയ്തു. നമ്മൾ ഈ നോബ് അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് ഭാഗത്ത് നമ്മൾ വോളിയം കൺട്രോളിൻ്റെ ബാക്കിൽ പ്രസ് ചെയ്ത് വേണം നമ്മളിങ്ങനെ ഫിറ്റ് ചെയ്യാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് ഭാഗം പ്രസ് ചെയ്യാതെ പിടിക്കാതെ ഫിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ മിക്കവാറും ബാക്കിലെ ബോർഡ് പൊട്ടി കൺട്രോൾ തെറിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബാക്ക് വശം അമർത്തി പിടിച്ചതിന് ശേഷം നമ്മൾ കൺട്രോൾ ഇങ്ങനെ അമർത്താണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ USB-യിലേക്കുള്ള വയറെല്ലാം സോൾട്ട് ചെയ്തു. ഞാൻ ബ്രെയിൻ ഓഡിയോസിൻ്റെ ഈ ഒരു ബോർഡ് USB ബോർഡായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവർ ഈ വീഡിയോയുടെ താഴെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വീഡിയോ കാണാവുന്നതാണ്. ഇനി നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ USB ബോർഡ് ഫിറ്റ് ചെയ്തു. അതുപോലെ USB-യിലേക്കുള്ള സപ്ലൈയിൽ അതുപോലെ ഓഡിയോ ഔട്ടെല്ലാം നമ്മൾ ഈ ഒരു ബ്രെയിൻ ഓഡിയോസിൻ്റെ ബോർഡിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഇതിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്താൽ കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ സ്പീക്കർ വയർ. വെള്ള 2 ലെഫ്റ്റ്, അതുപോലെ റെഡ് 2 റൈറ്റ് ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ ഇത് സപ്ലൈ വയറാണ്. നമ്മൾ ഔട്ട്പുട്ട് ചെയ്യുന്ന വയറിൻ്റെ അവിടെ നമ്മൾ ജസ്റ്റ് ടൈ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് വയർ വലിഞ്ഞാലും ബോർഡിൽ നിന്ന് പോരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യാം. നമ്മളൊന്ന് ക്ലോസ് ചെയ്യാം, ക്ലോസ് ചെയ്ത് സ്ക്രൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാരണ കണക്ട് ചെയ്യുന്ന ആ സ്പീക്കർ തന്നെയാണ്. സ്പീക്കർ കണക്ട് ചെയ്തു. അതുപോലെ സപ്ലൈ 12 വോൾട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ട് സപ്ലൈ ആണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഓൺ ചെയ്യാം. Power on.
Bluetooth mode. ബ്ലൂടൂത്ത് മോഡിലാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷൻ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷന് എനേബിൾ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ മാക്സിമം ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ഗുഡ് ബൈ.